പോയിസൺ ലോഡ് ചെയ്ത സിറിഞ്ചിൽ നിന്നും അല്പം പുഷ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. പിന്നെ ആ സിറിഞ്ച് ഓവർകോട്ടിൻ്റെ പോക്കറ്റിലിട്ടു. രാത്രി ആയതുകൊണ്ട് തന്നെ വഴികളെല്ലാം വിജനമാണ്. അതിനാൽ അയാൾ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഷൂസ് തറയിൽ നെങ്ങി അമരുന്ന ശബ്ദം ഹോസ്പിറ്റലിൽ എങ്ങും അലയടിച്ചു കേൾക്കാമായിരുന്നു. മരണത്തിൻ്റെ വാഹകനെ പോലെ നടന്നുകൊണ്ടിരുന്ന അയാൾ ഒടുവിൽ ഒരു ഇരിപ്പിടം കണ്ടെത്തി വിശ്രമിക്കാൻ ആരംഭിച്ചു. പിന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ആരുടെയോ ഫോൺ കോളിനു വേണ്ടി കാത്തിരുന്നു. അതേസമയം ഗായത്രിയുടെ വാക്കുകൾ കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിന്ന മുകുന്ദൻ 1-2 അടി പിറകോട്ട് നടന്നു. അസ്വസ്ഥത നിറഞ്ഞ മുകുന്ദൻ്റെ മുഖഭാവം മെല്ലെ മാറി തുടങ്ങിയിരുന്നു. അല്പം പിറകോട്ട് ചെന്നതിന് ശേഷം കൈകൊട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുകുന്ദൻ പറഞ്ഞു, സൂപ്പർ ചേച്ചി, സൂപ്പർ. മെനഞ്ഞുണ്ടാക്കിയ കഥ കൊള്ളാം. പക്ഷേ കള്ളം പറഞ്ഞു ജയിക്കാൻ ഇത് കോടതിയല്ല എന്ന കാര്യം ചേച്ചി ഓർക്കണമായിരുന്നു. ഞാൻ പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നവരെ തിരിച്ചറിയുവാനുള്ള വിവേകം ഉള്ളവനാണ് ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ വേണം സംസാരിക്കേണ്ടിയിരുന്നത്. മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട ഗായത്രി ഞെട്ടിപ്പോയി. ഏയ് മുകുന്ദ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നതല്ല ചേച്ചി, ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഒരു ക്രിമിനൽ വക്കീലായ നിങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ ഞാൻ കേൾപ്പിച്ചു തന്ന ഓഡിയോ സന്ദേശം വേണ്ടി വന്നു എന്ന് വിശ്വസിക്കാൻ ഞാനൊരു വിഡ്ഢിയല്ല. പണത്തിന് വേണ്ടി നീതിയും ന്യായവും വളച്ചൊടിക്കുന്ന ക്രിമിനലാണ് നിങ്ങൾ. സ്റ്റോപ്പ് മുകുന്ദ, സ്റ്റോപ്പ് ഇറ്റ്. ഗായത്രി മുകുന്ദന്റെ തൊട്ടരികിൽ ചെന്ന് നിന്ന് ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സംസാരിച്ചത് എൻ്റെ സഹോദരനോടായിരുന്നു, അല്ലാതെ ACP മുകുന്ദനോടല്ല. കേസിലെ എല്ലാ രഹസ്യങ്ങളും നിന്നോട് വിളിച്ചു പറഞ്ഞത് നിന്നെ സഹായിക്കാനായിരുന്നു. നീ എന്നെ തന്നെ സംശയിക്കുന്നോടാ. ഷർട്ടിൽ പിടിച്ചിരുന്ന ഗായത്രിയുടെ കൈകൾ മുകുന്ദൻ ബലമായി പിടിച്ചു മാറ്റി. പിന്നെ ഗായത്രിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേച്ചിയെപ്പോലെ കോടതിയിൽ ഒരാളായും വീട്ടിലൊരാളായും അഭിനയിക്കാൻ ഈ മുകുന്ദൻ അറിയില്ല. ഒരു 14-കാരിക്ക് ലഭിക്കേണ്ട നീതി നിങ്ങളൊക്കെ കൂടി നിഷേധിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ആ കൊലയാളി. മുകുന്ദൻ്റെ വാക്ക് കേട്ടതും ഗായത്രി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആണോ അസിസ്റ്റന്റ് കമ്മീഷണർ മുകുന്ദൻ സാറേ? എന്നാൽ നീ ഓർത്തു, സത്യമെന്നൊന്നുണ്ട്. അത് നിന്നെ വേട്ടയാടാൻ തുടങ്ങുന്ന ഒരു സമയം വരും. ആ സമയത്ത് ഓടി വിളിക്കാൻ അനുവദിക്കില്ല ഞാൻ. അതെ ചേച്ചി, ആ സത്യം ഞാൻ കണ്ടെത്തും. അന്ന് കയ്യിൽ വിലങ്ങണിയിക്കുമ്പോൾ ചേച്ചിയാണെന്ന പരിഗണനയൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. നിന്നോട് വഴക്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുകുന്ദ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്നും വിലങ്ങേറ്റു വാങ്ങുവാൻ ചങ്കൂറ്റത്തോടെ ഞാൻ നിന്ന് തരും. പലതും മറുപടിയായി പറയണമെന്നുണ്ടെങ്കിലും മുകുന്ദൻ മിണ്ടാതെ നിന്നു. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന വാക്കുകൾ പിന്നെ തിരുത്താനാകില്ലെന്ന് മുകുന്ദൻ അറിയാം. മണിക്കൂറുകളോളം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുകുന്ദൻ അല്പം തണുത്തു. ഗായത്രിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, സോറി ചേച്ചി, ഈ കേസിന് പിറകെ നടന്ന് ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. എല്ലാവരോടും ദേഷ്യം തോന്നുകയാണ്. എല്ലാവരെയും സംശയിച്ചു പോവുകയാണ്. ചേച്ചിയെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. സോറി. മുകുന്ദനെ നല്ല പോലെ അറിയാവുന്ന ഗായത്രി അവനെ ചേർത്ത് പിടിച്ച് അരികിലിരുത്തി. പോട്ടട, നീ പറഞ്ഞതൊക്കെ ന്യായം തന്നെയാണ്. പക്ഷേ ഈ ചേച്ചിയുടെ വശത്ത് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ നിന്നോട് തുറന്നു പറയുമായിരുന്നു. ചേച്ചി, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ ശ്രീലക്ഷ്മിയെക്കുറിച്ച് മാത്രമേ അന്വേഷിച്ചുള്ളൂ. കൂടെയുണ്ടായിരുന്ന അഷ്റഫും ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. മൈ ഗോഡ്, അയാൾ ആരാണ്? അറിയില്ല ചേച്ചി. സൈബർ സെല്ലിലെ താൽക്കാലിക ജീവനക്കാരനാണെന്നാണ് പറഞ്ഞത്. ഈ വെപ്രാളത്തിനിടയിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. എന്നാൽ മുകുന്ദ, എത്രയും പെട്ടെന്ന് സൈബർ സെൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നോക്കട്ടെ ചേച്ചി. രഘുവിനെ വിളിച്ചാൽ വിവരങ്ങൾ ലഭിക്കും. ഉടനെ മുകുന്ദൻ സുഹൃത്തായ രഘുവിനെ കോൾ ചെയ്തു. പലതവണ വിളിച്ചതിന് ശേഷമാണ് രഘു കോൾ അറ്റൻഡ് ചെയ്തത്. ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ രഘു ഫോൺ എടുത്തു. എന്താ സാറേ ഈ രാത്രിയിൽ? രഘു, എനിക്കൊരു ഹെൽപ്പ് വേണം. സൈബർ സെൽ ഡിപ്പാർട്ട്മെൻറ്റിലെ താൽക്കാലിക ജീവനക്കാരുടെ ലിസ്റ്റിൽ അഷ്റഫ് എന്ന പേരുള്ള എത്ര പേരുണ്ട് എന്ന് നോക്കി വിവരം തരാമോ? എന്താ സാറേ, രാത്രി 1 മണിക്കോ? സാറിന് ഉറക്കമൊന്നുമില്ലേ? വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ഞാനിപ്പോൾ വീട്ടിലാണ് സാറേ. ഒരു കാര്യം ചെയ്യാം, സലിനെ വിളിച്ചു പറയാം. വേണ്ട, അഷ്റഫിനെ കുറിച്ച് അന്വേഷിക്കുന്ന വിവരം പുറത്താരും അറിയാൻ പാടില്ല. നീ എത്ര മണിക്കാണ് ഡ്യൂട്ടിയിലുണ്ടാവുക? പരിശോധിക്കാൻ സമയം വേണ്ടേ സാറേ?
ഞാനൊരു 10 മണിയാകുമ്പോഴേക്കും വിവരം തരാം. രഘുവിനെ വിളിച്ച് മുകുന്ദൻ ഫോൺ കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നു. സാറേ, ഞാൻ ഫാദർ വിൻസെൻ്റ് ആണ്. പറയൂ ഫാദർ. ആൾക്കിപ്പം കുഴപ്പമൊന്നുമില്ല, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി ഫാദർ, റൂം നമ്പർ പറയൂ. 2nd ഫ്ലോറിൽ VIP വാർഡിലാണ്, റൂം നമ്പർ 75. ശരി ഫാദർ, ഞാനിപ്പോൾ അവിടെ എത്താം. ആരാ മുകുന്ദ? ഫാദർ വിൻസെൻ്റ് ആണ് ചേച്ചി. ശ്രീലക്ഷ്മിയെ VIP വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂം നമ്പർ പറഞ്ഞു തന്നു. 2nd ഫ്ലോറിൽ 75-ാം മുറിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അർജൻറ്റായി പോകണം ചേച്ചി. ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ഞാനും കൂടെ വരുന്നുണ്ട് മുകുന്ദ. എന്താ ചേച്ചി സിറ്റുവേഷൻ മനസ്സിലാക്കാത്തത്? ഇന്ന് രാത്രി അയാളുടെ ടാർഗറ്റ് ആരാണെന്ന് പോലും അറിയില്ല. അഖില കേസ് അട്ടിമറിക്കാൻ പ്രയത്നിച്ച ഓരോരുത്തരെയും അയാൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ചേച്ചിയുടെ ജീവനും അപകടത്തിലാണ്. ഞാൻ സത്യേട്ടനെ വിളിച്ചു പറയാം. പരമാവധി പോലീസുകാരെ കാവലേർപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. പറ്റില്ല മുകുന്ദ, വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ധൈര്യമൊന്നും ഒരു പോലീസ് ഫോഴ്സിൽ നിന്നും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുമില്ല. ചേച്ചി പ്ലീസ്. മുകുന്ദൻ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും ഗായത്രി ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ഗായത്രിയെ കൂടെ കൂട്ടാൻ മുകുന്ദൻ നിർബന്ധിതനായി. ഇരുവരും ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഗായത്രിയുടെ കാറിൽ യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ പെട്ടെന്ന് ഗായത്രി വണ്ടി നിർത്തി. 1 മിനിറ്റ് മുകുന്ദ, ഒരു അത്യാവശ്യ കോൾ ചെയ്യാനുണ്ട്. അത് ഇവിടെ ഇരുന്ന് ചെയ്താൽ പോരെ? അല്ല, പേഴ്സണൽ കാര്യമാണ്. വണ്ടിയിൽ നിന്നിറങ്ങി അല്പം മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കാൻ ആരംഭിച്ചു. ഇടയ്ക്കിടെ മുകുന്ദൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഗായത്രി നോക്കുന്നുണ്ടായിരുന്നു. മുകുന്ദനും ആരെയോ കോൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ഫോൺ സംഭാഷണം നടത്തുന്നത് അപകടമാണെന്നറിയാവുന്ന ഗായത്രി പെട്ടെന്ന് തന്നെ സംഭാഷണം മതിയാക്കി നേരെ വാഹനത്തിൽ കയറിയിരുന്നു. ഗായത്രി തിരികെ വന്നതോടെ മുകുന്ദൻ ചോദിച്ചു, അല്ല, ഈ രാത്രിയിൽ ചേച്ചിക്ക് ആരെയാ വിളിക്കാനുള്ളത്? ഒന്നുമില്ല, തന്നോട് പങ്കുവയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാറില്ലേ. ഒരു കേസിന്റെ കാര്യം സംസാരിച്ചതാണ്. ഞാൻ വിശ്വസിച്ചു. ചെറുപുഞ്ചിരിയോടെ മുകുന്ദൻ തലയാട്ടി. ഗായത്രി വണ്ടി മുന്നോട്ടെടുത്തു. പക്ഷേ വളരെ പതുക്കെയായിരുന്നു വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചി പെട്ടെന്ന് അത് കേട്ടതും അല്പം പരുങ്ങലോടെ ഗായത്രി ഈ ടോയ്ലറ്റ് അരികിൽ വാഹനം ഒതുക്കി നിർത്തി. ചേച്ചി എന്തിനാ വീണ്ടും വണ്ടി നിർത്തിയത്? മുകുന്ദ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. എൻ്റെ ദൈവമേ, എന്താ ചേച്ചി ഈ സമയത്ത് ഇങ്ങനെ? പെട്ടെന്നാവട്ടെ. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഗായത്രി ടോയ്ലറ്റിനകത്തേക്ക് കയറി. സമയം പാഴാക്കാൻ തുടങ്ങി. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ മുകുന്ദൻ ഗായത്രിയുടെ വരവും കാത്ത് വാഹനത്തിന് ചുറ്റും അക്ഷമയോടെ നടന്നുകൊണ്ടിരുന്നു. അതേസമയം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഓവർകോട്ടിന്റെ പോക്കറ്റിലിട്ട് അയാൾ 2nd ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പിന്നെ VIP വാർഡിലെ റൂം നമ്പർ 75 ലക്ഷ്യമാക്കി നടന്നെടുത്തു. 75-ാം മുറിയുടെ വാതിലിനരികിൽ എത്തിയതോടെ തലങ്ങും വിലങ്ങും നടന്ന് ആരും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. ഇതേസമയം ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങിയ ഗായത്രിയുടെ കയ്യിൽ നിന്നും വണ്ടിയുടെ താക്കോൽ വാങ്ങി. മുകുന്ദനായിരുന്നു പിന്നീട് ഡ്രൈവ് ചെയ്തത്. അതിവേഗം വാഹനം ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചു. ഹോസ്പിറ്റലിലെത്തിയതും എൻക്വയറി സെക്ഷനിൽ ചെന്ന് VIP വാർഡ് എവിടെയാണെന്ന് അന്വേഷിച്ചു. സർ, 2nd ഫ്ലോറിൽ നിന്നും നേരെ ചെന്നാൽ 2ാമത്തെ എൻട്രൻസിലൂടെ അകത്ത് ചെന്നാൽ മതി. മുകുന്ദൻ സമയം പാഴാക്കിയില്ല. അതിവേഗം ലിഫ്റ്റിനരികിലേക്ക് ഓടി. മുകുന്ദനോളം വേഗതയിലോടാൻ ഗായത്രി അല്പം പ്രയാസപ്പെട്ടു. അവർ റൂം നമ്പർ 75-ന് മുന്നിലെത്തിയതും മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് കയറി പരിശോധിച്ചെങ്കിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മുകുന്ദൻ ആകെ അസ്വസ്ഥനായി. ചേച്ചി, ശ്രീലക്ഷ്മി മിസ്സിംഗ് ആണ്. എത്രയും പെട്ടെന്ന് CCTV ഫുട്ടേജ് പരിശോധിക്കണം. നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല മുകുന്ദ. അതൊക്കെ പോലീസുകാർ പരിശോധിക്കട്ടെ. നമ്മുടെ കയ്യിൽ കൂടുതൽ സമയമില്ല. ഞാനൊന്ന് സത്യേട്ടനെ വിളിച്ച് കാര്യം പറയട്ടെ. ഗായത്രി ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുകുന്ദൻ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി റൂമിലേക്ക് ഓടി. മുകുന്ദ നിൽക്ക്! പിന്നാലെ ഗായത്രി ഓടിയെങ്കിലും മുകുന്ദൻ അതിവേഗം സെക്യൂരിറ്റി റൂമിലെത്തി. സീറ്റിലിരുന്ന് ഉറങ്ങുകയായിരുന്ന സ്റ്റാഫിനെ എഴുന്നേൽപ്പിച്ച് മാറ്റി നിർത്തി മുകുന്ദൻ ഫുട്ടേജ് പരിശോധിക്കാൻ ആരംഭിച്ചു. പക്ഷേ മുകുന്ദന്റെ വാഹനം ഹോസ്പിറ്റൽ പരിസരത്തെത്തിയതായുള്ള CCTV ദൃശ്യം അതിൽ ഉണ്ടായിരുന്നില്ല. ഉടനെ മുകുന്ദൻ എൻക്വയറി സെക്ഷനിലേക്ക് ചെന്ന് വിവരങ്ങൾ പരിശോധിച്ചു. എങ്കിലും ശ്രീലക്ഷ്മി എന്നു പേരുള്ള ഒരാളും ആ ദിവസം അവിടെ അഡ്മിറ്റായ വിവരം ഉണ്ടായിരുന്നില്ല. VIP വാർഡിൽ റൂം നമ്പർ 75-ൽ ആരെയും അഡ്മിറ്റ് ചെയ്തിട്ടുമില്ല. ഒരെത്തും പിടിയും കിട്ടാതെ മുകുന്ദൻ അസ്വസ്ഥനായി. ചേച്ചി, ഉടനെ തന്നെ മേധാവികളെ ബന്ധപ്പെട്ട് ഒരു സ്ക്വാഡ് രൂപീകരിക്കണം. ഈ രാത്രിയിലോ? നേരമൊന്ന് വെളുത്തോട്ടെ മുകുന്ദ. സമയമില്ല ചേച്ചി, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയുമായി ശ്രീലക്ഷ്മിയെ അവർ എവിടെയൊക്കെയോ കടത്തിക്കൊണ്ടുപോയതാണ് എന്ന് തോന്നുന്നു. വണ്ടിയിൽ GPS ട്രാക്കർ ഇല്ലേ മുകുന്ദ? അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. മുകുന്ദൻ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് തൻ്റെ വാഹനത്തിൻ്റെ ലൊക്കേഷൻ പരിശോധിച്ചു. ചേച്ചി, എൻ്റെ വണ്ടി ഒടുവള്ളി ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. വാ, പെട്ടെന്ന് തന്നെ വണ്ടി ട്രേസ് ചെയ്യണം. സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യേണ്ട മുകുന്ദ. വേണ്ട, അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ കേസ് എന്നെ ആകെ കുഴപ്പിക്കുകയാണ് ചേച്ചി. ഒരുപക്ഷെ ഇതും കൊലയാളിയുടെ ട്രാപ്പാണെങ്കിൽ ഞാൻ ആകെ പരിഹാസ്യനാക്കും.
ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രം വാർത്ത പുറത്തുവിട്ടാൽ മതി. തൽക്കാലം ശ്രീലക്ഷ്മിയും ഫാദർ വിൻസെന്റും മിസ്സിംഗ് ആണെന്ന വിവരം മാത്രം ഇൻഫോം ചെയ്യാം. മുകുന്ദൻ അധികം സമയം പാഴാക്കിയില്ല. അധികൃതരെ വിവരമറിയിച്ച് ഇരുവരും ഗായത്രിയുടെ വാഹനത്തിൽ മുകുന്ദന്റെ വാഹനം ട്രേസ് ചെയ്ത് യാത്ര തുടങ്ങി. അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനം ഹൈവേ കഴിഞ്ഞ് ഉൾവഴികൾ എത്തിയതോടെ മുകുന്ദന് ഉറക്കത്തിന്റെ ആലസ്യമുണ്ടായി തുടങ്ങി. ഇടയ്ക്കിടെ കണ്ണു മൂടിപ്പോകാൻ ആരംഭിച്ചു. മൂന്ത, വണ്ടി നിർത്ത്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ അവസ്ഥയിൽ ഡ്രൈവ് ചെയ്യുന്നത് അപകടമാണ്. കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഓടിച്ചോളാം. നിന്നോട് വണ്ടി നിർത്താനാണ് പറഞ്ഞത്. ഗായത്രി ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ മുകുന്ദൻ വണ്ടി നിർത്തി. പിന്നീട് വാഹനം ഓടിച്ചത് ഗായത്രിയായിരുന്നു. പാസഞ്ചർ സീറ്റിലിരുന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ മുകുന്ദൻ ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീട്ടിരുന്നു. മുകുന്ദൻ ഉറങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗായത്രി വാഹനത്തിന്റെ വേഗത കുറച്ചു.